നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20 മണിക്കൂർ. വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായ ഭാര്യ 5 മാസം മാത്രമായിരുന്നു ആ വിവാഹത്തിന്റെ ആയുസ്. അവളെ കഴുത്തറുത്തു കൊന്നു. എന്നിട്ട് അത് കവർച്ചയെത്തിയവരെന്നുള്ള ഒരു നാടകവും. പക്ഷെ നാടകം പൊളിച്ചു പോലീസ് 18 മണിക്കൂറിനുള്ളിൽ തന്നെ. ഈ വാർത്തയിലേക്ക് വിശദമായെത്താം. സ്വാഗതം ഒരിക്കൽ കൂടി. വിവാഹം കഴിഞ്ഞിട്ട് 5 മാസം ഗർഭിണിയായ ഭാര്യയെ കഴുത്തറുത്തു കൊന്നു. കവർച്ചയ്ക്കെത്തിയ സംഘം ആക്രമിച്ചതെന്ന ഭർത്താവിന്റെ നാടകം പൊളിച്ച പോലീസ്. ഹരിയാനയിലെ ബഹദൂർഗഡിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. ബാങ്ക് ജീവനക്കാരിയായ മാഹക്കാണ് കൊല്ലപ്പെട്ട ആ സ്ത്രീ. കൊലയാളി അവളുടെ സ്വന്തം ഭർത്താവായിട്ടുള്ള അൻഷുൽ ധവാൻ. വാലന്റൈൻസ് ദിനാഘോഷമൊക്കെ നടത്തി. അതിനുശേഷമായിരുന്നു ഭാര്യയെ ഇങ്ങനെ കൊന്നു തള്ളിയത്. ആഘോഷത്തിന് പിന്നാലെ വൈകുന്നേരത്തോടുകൂടി ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. തങ്ങളുടെ വീട്ടിൽ ആരോ അതിക്രമിച്ച് കയറിയെന്നും കവർച്ചയായിരുന്നു ലക്ഷ്യമെന്നും അതിനിടയിൽ ഭാര്യ കൊല്ലപ്പെട്ടു എന്നുമുള്ള കഥയുണ്ടാക്കി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. ഞായറാഴ്ച രാത്രി ആ കൊലപാതകം നടക്കുന്നു. ഏതൊക്കെയോ അജ്ഞാതർ ആക്രമിച്ചുവെന്നും അവർ ഭാര്യയുടെ കഴുത്തറുത്തുവെന്നും ഭർത്താവായിട്ടുള്ള അൻഷുൽ ധവാൻ രാത്രി 11 മണിയോട് കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുന്നത്. ആദ്യം ഇതൊരു കവർച്ച കേസായി തന്നെയാണ് പോലീസും കരുതിയത്. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ അൻഷുലിന്റെ പ്ലാൻ ആണ് എന്ന് പോലീസിന് ഏറെക്കുറെ ബോധ്യപ്പെട്ടു. ഗുരുഗ്രാമിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഈ പറയുന്ന അൻഷുൽ. അന്വേഷണം ആരംഭിച്ചതോടെ അൻഷുലിന്റെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ചോദ്യങ്ങൾ ചോദിക്കുന്തോറും അൻഷുൽ തന്റെ കഥകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. അക്രമികളെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും ഇയാൾക്ക് സാധിച്ചുമില്ല. ഇത് പോലീസിന് കൂടുതൽ സംശയമുണ്ടാക്കി. വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തതോടുകൂടി അൻഷുലിന് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായി. ഭാര്യയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ഏറ്റവും ഒടുവിൽ അയാൾ സമ്മതിക്കുകയായിരുന്നു. സംഭവം നടന്ന ഏതാണ്ട് 18 മണിക്കൂർ അതിനുള്ളിലാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചത് എന്നുള്ളതാണ്. ഗുരുഗ്രാമിലെ ഒരു സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന മാഹക്കിനെ ഈ അൻഷുലിന്, അതായത് ഭർത്താവിന്, സംശയമായിരുന്നു. ഇവർക്കിടയിൽ അതിന്റെ പേരിൽ നിരന്തരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഈ സംശയമാണ് ഒടുവിൽ കൊലപാതകത്തിൽ कलाशिച്ചത്. उसी ने सूचना दिलवाई थी सर, हमारे को डायरेक्ट नहीं, उसने लोगों से एक ड्रामा रचा था, उसका वो दोषी ना बने, उन्होंने एक ड्रामा रचा था और हमारे को सूचना दिलवाई थी लोगों से हेल्प लेके, तो हम मौके पे पहुंचे। क्या सूचना दिलवाई थी सर उसने? अभी मुझे और मेरी पत्नी को चोटें मारी हैं और गाड़ी छीन ली है और मेरी पत्नी भी नहीं। फिर आपके द्वारा क्या कार्रवाई की गई सर उसमें? हम तुरंत मौके पे गए थे, तो लड़की की डेड बॉडी मिल गई थी। हमने टोटल उसने रात को एफएसएल टीम बुला ली थी, बहुत सारी चीजें। उसने ये बताया कि भाई उसकी जो पत्नी थी, मैं जिसकी शादी हुई थी, वो गुड़गांव में ही रहते थे। वो अपने साथी कर्मचारियों से बात करती थी और उसको वो बातें पसंद नहीं थी. കൊലപാതക സമയത്ത് വിരലടയാളങ്ങൾ അവശേഷിപ്പിക്കാതിരിക്കാനായി അൻഷുൽ ഗ്ലൗസ് ധരിച്ചിരുന്നു. ആദ്യം മാഹക്കിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് കത്തി ഉപയോഗിച്ച് അവരുടെ കഴുത്തറക്കുകയുമാണ് മാഹക്ക് ചെയ്തത്, അൻഷുൽ ചെയ്തത്. 2 മാസം ഗർഭിണിയായിരുന്നു ആ സ്ത്രീ ആ മരണസമയത്ത് എന്നതുകൂടി ഓർക്കണം. അവരുടെ വീട്ടുകാർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവരുടെ സഹോദരനും സഹോദരിയും ഏങ്കലടിക്കുകയാണ്. തൻ്റെ സഹോദരിക്ക് ഉണ്ടായ ഒരു ദുഃഖത്തിൽ, ഈ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരിക്കലും അവരുടെ സഹോദരൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിയ അദ്ദേഹം ഇങ്ങനെ കൊടും ക്രൂരത ചെയ്യുമെന്ന്. मेरी बहन थी,
जिसके साथ ये उसने इतना गलत कदम किया, गलत चीजें, हथियार अपनाया, उसकी गर्दन काटी हथियार से। पता नहीं वो हथियार लाया कहाँ से था, उसकी कितने टाइम की प्लानिंग थी कि हाँ भाई हथियार मेरे हाथ में आया और उसने ग्लव्स पहने हाथों में और उसका कत्ल करा। और उसको मैं ये चाहती हूँ कि मेरी बहन को अब इंसाफ दो और उस हत्यारे को कड़ी से कड़ी सजा दो, उसको मौत के घाट उतार दो। बस मैं यही चाहती हूँ कि उसको कड़ी से कड़ी सजा दो। मुझे ये इन्फॉर्मेशन उनके लड़के के पिताजी ने ही दी है। किस पे शक आपका, कैसे क्या हुआ है? मुझे और तो कोई भी नहीं, मुझे मेरे जीजे पे शक है। पहले कभी कोई झगड़ा किसी तरह का? अभी 4 महीने पहले ही शादी हुई है। झगड़ा तो कोई भी ऐसा नहीं था, लेकिन अब क्या बात हुई है वो तहकीकात में पता लगेगा। ഹിസാറിൽ താമസിച്ചിരുന്ന അൻഷുലും ഹാൻസിയിൽ നിന്നുള്ള ഈ മാഹിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-ാം തീയതിയാണ് വിവാഹിതരായത്. അതായത് വിവാഹം നടന്നിട്ട് ഏതാണ്ട് 5 മാസമാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും സ്വന്തം ഭാര്യയെ കൊന്ന് ഒരു നാടകം കളിക്കുന്നു ആ ഭർത്താവ്. ഒരു തരത്തിലും ഒരു സാഹചര്യത്തിലും മനസ്സിലാക്കാൻ കഴിയാത്തതെന്നുള്ള ക്രൂരതയെ തന്നെ അതിനെ കണക്കാക്കണം. ലൈംഗിക ബന്ധത്തിന് വഴങ്ങിയില്ല. യുവതിയുടെ കൈയും കാലും കെട്ടിയിട്ട ശേഷം ക്രൂര കൊലപാതകം. പിന്നീട് ആ മൃതദേഹത്തെ പീഡിപ്പിച്ചു. ഒടുവിൽ ആത്മശാന്തി കിട്ടാൻ ആ മരിച്ചയാളോട് മാപ്പിരക്കൽ. ഇൻഡോറിലെ MBA വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത്. ഇൻഡോറിലെ ദ്വാരകപുരിയിൽ നടന്ന കാര്യങ്ങൾ അത് ആരെയും ഞെട്ടിക്കും. അത്രമാത്രം അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ അരങ്ങേറിയത്. MBA വിദ്യാർത്ഥിനിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി, അയാളുടെ പേര് പീയൂഷ് ധംനോട്ടി എന്നാണ്. ഈ പീയൂഷ് ധംനോട്ടിയ ചെയ്തു കൂട്ടിയ സംഭവങ്ങളെല്ലാം അത്തരത്തിൽ അമ്പരപ്പുണ്ടാക്കുന്നതാണ്. റിമാൻഡിലുള്ള ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തു വന്നപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അത് നഗരത്തെ ആകെ നടുക്കിയിരിക്കുന്ന സാഹചര്യമാണ്. ഫെബ്രുവരി 10-ാം തീയതിയാണ് വിദ്യാർത്ഥിനിയോടൊപ്പം പീയൂഷ് തന്റെ വീട്ടിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഏകദേശം 2.5 മണിക്കൂർ സമയം. അതിനുശേഷം ഒരു ബാഗുമായി പീയൂഷ് തനിച്ച് തിരികെ പോകുന്നതും ആ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. മുറിക്കുള്ളിൽ നടന്നത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. യുവതിയുമായി ഈ പീയൂഷ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു, നിർബന്ധം പിടിച്ചു. എന്നാൽ ശാരീരിക അസ്വസ്ഥതകൾ പറഞ്ഞ് അവൾ അത് വിസമ്മതിച്ചുവെങ്കിലും പീയൂഷ് അതിനായി വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. തുടർന്ന് ഒരു സമ്മാനം നൽകാനുണ്ട് എന്നുള്ള വ്യാജേന യുവതിയുടെ കണ്ണ് കെട്ടുകയാണ്. പിന്നീട് അവളുടെ കൈയും കാലും കയറുപയോഗിച്ച് കെട്ടിയിട്ടു. യുവതി എതിർക്കാൻ തുടങ്ങിയപ്പോൾ വായിൽ തുണി തിരുകി കയറ്റി. എന്നിട്ട് നെഞ്ചിൽ കയറി ഇരുന്ന ശ്വാസം മുട്ടിച്ച് അവളെ ബോധരഹിതയാക്കി. ശ്വാസം നിലച്ചു എന്ന് ഉറപ്പായപ്പോൾ നെഞ്ചിന് സമീപം കത്തി കൊണ്ട് വാഞ്ഞൊരു കുത്താണ്. ആ കുത്തിന്റെ ആഘാതത്തിൽ ആക്ച്വലി ആ കത്തി ഒടിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു. കൊലപാതകത്തിന് ശേഷവും പീയൂഷ് ആ മുറിയിൽ കുറേ നേരം തുടർന്നു. പിന്നീട് പുറത്തുപോയി ബിയർ വാങ്ങിക്കൊണ്ടുവന്ന് ആ മൃതദേഹത്തിനടുത്തിരുന്ന് മദ്യപിച്ചു. അത് കഴിഞ്ഞാണ് അതിലേറെ ക്രൂരത. ആ മൃതദേഹത്തെ ലൈംഗികമായി പീഡിപ്പിച്ചു. പിന്നീട് വസ്ത്രം മാറി അവിടെ നിന്ന് ബാഗുമായി പുറത്തുപോയി. അതാണ് ആ CCTV പതിഞ്ഞ 2ാമത്തെ വിഷ്വൽ. ആധാർ കാർഡിലെ തെറ്റു തിരുത്താനുണ്ട് എന്ന് പറഞ്ഞാണ് ആ യുവതി അന്ന് രാവിലെ അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അവിടുത്തെ കളക്ടറേറ്റിനടുത്തുള്ള സ്ഥലത്താണ് അവളുടെ അച്ഛൻ അവളെ കൊണ്ടാക്കുന്നത്. പിന്നീട് തന്റെ സഹപാഠിയായിട്ടുള്ള പീയൂഷ് ധാംനോട്ടിയോടൊപ്പം ഒരു പിറന്നാൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുണ്ട് എന്നും രാത്രി 11 മണിയോടുകൂടിയൊക്കെ തിരികെ എത്തുമെന്നും അവൾ അവളുടെ ഇളയ സഹോദരിയെ അറിയിച്ചിരുന്നു. എന്നാൽ രാത്രിയായപ്പോൾ 11 മണി കഴിഞ്ഞപ്പോൾ അവളുടെ ഫോണിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അവൾ
ഇനി വീട്ടിൽ തിരിച്ചെത്തില്ല എന്ന് അച്ഛനോട് പറയൂ. അതായിരുന്നു ആ മെസ്സേജ്. തൊട്ടു പിന്നാലെ തന്നെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഭയപ്പെട്ട ആ വീട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പിന്നാലെ പെൺകുട്ടിയും പീയൂഷുമായിട്ടുള്ള അശ്ലീല വീഡിയോകൾ ഒരു കോളേജ് ഗ്രൂപ്പിൽ പങ്കുവച്ചതായി പോലീസ് കണ്ടെത്തി. ഇതേ ക്ലിപ്പുകൾ പെൺകുട്ടിയുടെ വാട്സാപ്പിലെ സ്റ്റാറ്റസായും അവൻ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഫോണിൽ ചെയ്ത കോണ്ടാക്റ്റുകളിലേക്കെല്ലാം അതങ്ങനെ എത്തുകയും ചെയ്തു. ഉടൻ തന്നെ സ്ഥലം വിട്ട പീയൂഷ് മുംബൈയിലേക്കാണ് ആദ്യം കടന്നത്. അവിടെ പൻവേലിലെ ഹോട്ടലുകളിലാണ് ആദ്യമൊക്കെ താമസിക്കുന്നത്. തെളിവ് നശിപ്പിക്കാനായി യുവതിയുടെ ഫോൺ അവനത് എറിഞ്ഞു തകർത്തു. പിന്നീട് പോലീസിന്റെ പിടിയിലായ ശേഷം പലതവണ ഇയാൾ മൊഴി മാറ്റി പറഞ്ഞു. വിവാഹം കഴിക്കാൻ ആഗ്രഹമായിരുന്നു അവളെ. എന്നാൽ മറ്റൊരു വ്യക്തിയുമായി ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ അവൾ സ്ഥിരം സംസാരിക്കുന്നത് കണ്ടതിലുള്ള പകയാണ് തൻ്റെ ആ കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഏതാണ്ട് 15 ദിവസമായി തങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നും അയാൾ പോലീസിനോട് പറയുന്നു. അവളുടെ ഫോണിൽ ഒരു ഡേറ്റിംഗ് ആപ്പ് കണ്ടുവെന്നും മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുകയാണ് എന്ന് സംശയിച്ച് തർക്കമുണ്ടാകുകയും അങ്ങനെ അവളെ കൊന്നുവെന്നും ഒക്കെയാണ് പോലീസിന്റെ അടുത്ത് ഈ പീയൂഷ് പറഞ്ഞത്. आगे अभी पूछताछ में उसने बताया है कि किस तरीके से वो यहाँ से हत्या कर उसने कारित किया और उसके बाद यहाँ से वो बम्बई चला गया. इसमें कुछ अपडेट्स जो हैं वो मूलतः हम लोगों ने हत्या कारण जानने की कोशिश की उसे. तो प्रथम दृष्टया जो उसने बताया है कि युवती किसी अन्य लड़कों से भी बात करती थी किसी एप्लीकेशन के माध्यम से. कुछ उसके पुराने भी जिन से दोस्ती रही होगी ऐसे युवकों से वो बात करती थी, जिसको लेकर के जो ये जिसने हत्या कारित किए पीयूष धामनोदिया ये इनसिक्योर हो गया था. उसकी इनसिक्योरिटी के चलते और लड़की की उसकी बात ना मानने के चलते उसने इस घटना को अंजाम दिया है. ഈ കൊലപാതകത്തിന് ശേഷം മാനസികമായി ഒരു തകർന്ന സാഹചര്യത്തിലായിരുന്നു പീയൂഷ്. അതായത് പീയൂഷിന് അവളോട് പ്രണയമായിരുന്നു, സഹപാഠിയാണ്, ആ സ്നേഹമെല്ലാം ഉണ്ട്. പക്ഷേ അവന്റെ സംശയരോഗമാണ് ആ പെൺകുട്ടിക്കെതിരെ അത്രമാത്രം ക്രൂരത ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്. പിന്നീട് ആ മാനസികമായി തകർന്ന അവസ്ഥയിൽ അവൾക്ക് ആ പെൺകുട്ടിയുടെ ആത്മാവിനോട് സംസാരിക്കാനുള്ള മാർഗം തേടുകയായിരുന്നു അടുത്ത ലക്ഷ്യം. ഏത് വിധേനയും മാപ്പ് പറയണമത്രേ. ആത്മാക്കളെ എങ്ങനെ വിളിച്ചു വരുത്താം എന്നതിനെക്കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോകളാണ് പിന്നീട് ഇയാൾ സ്ഥിരമായി കാണാൻ തുടങ്ങിയത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് താൻ കൊന്ന ആ യുവതിയുടെ ആത്മാവിനോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം ഈ ചെയ്തതെല്ലാം. അയാൾ ഇരുട്ടിലേക്ക് നോക്കി മാപ്പിരുന്നു എന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞത്. ഈ പൻവേലിൽ വെച്ച് പീയൂഷ് മന്ത്രവാദം നടത്താൻ ശ്രമിച്ചതിൻ്റെയും ചില കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി. पुष्टि के लिए उससे जब बात की उसने बताया कि उसने कुछ ऑनलाइन ऐसे वीडियोस देखे थे जिससे आत्मा की शांति की जा सकती है. तो उसे बाद में हो सकता है ऐसी अवस्था में उसे ग्लानि हुई हो, उसकी मानसिक अवस्था ऐसी रही हो जिसमें उसको ग्लानि का भाव उसके मन में उत्पन्न हुआ. तो उसके चलते उसने आत्मा की शांति के लिए वहाँ पूजा पाठ की सामग्री इकट्ठा करके इस तरीके की कोई कार्रवाई की है. ക്രൂരമായി പീഡിപ്പിക്കുക, അതിദയനീയമായി കൊല്ലുക, അതിനുശേഷം നഗ്നമാക്കി ലൈംഗികമായി ഉപയോഗിക്കുക ആ മൃതദേഹം. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുമ്പോൾ. അവളുടെ വീട്ടുകാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ ദൃശ്യങ്ങൾ. ഞങ്ങളുടെ ഫോറൻസിക് സംഘം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ശേഖരിച്ച് കൊലപാതകത്തിന് ഉപയോഗിച്ച വസ്തുക്കളും എല്ലാം വിശദമായി പരിശോധിച്ച് വരികയാണ്. കൃത്യമായിട്ട് ശിക്ഷ അയാൾക്ക് നൽകും, നേടിക്കൊടുക്കും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഭർത്താവിനെ ക്രൂരമായി കൊലപ്പെടുത്തി ഭാര്യയും കാമുകനും അറസ്റ്റിൽ. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ജില്ലയിലെ അനൂപ്ഗഡിലാണ് ഈ സംഭവം.
32 വയസ്സുള്ള ഭജൻലാൽ എന്ന ആളാണ് കൊല്ലപ്പെടുന്നത്. ഭജൻലാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ ഇന്ദിരാദേവി ഒപ്പം അവളുടെ കാമുകൻ പ്രഭുദയാൽ ഈ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ദിരാദേവി, കാമുകൻ പ്രഭുദയാൽ എന്നിവർക്കൊപ്പം പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻ കൂടി ഈ ഗൂഢാലോചനയുടെയും ഈ കൊലപാതകത്തിന്റെയും ഭാഗമാണ്. അവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഇന്ദിരാദേവിയും പ്രഭുദയാലുമായും ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇത് മനസ്സിലാക്കിയിരുന്നു ഈ ഭജൻലാൽ പലപ്പോഴായി അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി പ്രശ്നം വഷളാവുകയാണ്. ഇടയ്ക്കിടെ ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കുണ്ടാകുന്നു. തർക്കങ്ങൾ പതിവായി. അങ്ങനെ കഴിഞ്ഞ ജനുവരി 13-ാം തീയതിയാണ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ ഭജൻലാലിനെ തടഞ്ഞു നിർത്തി ആദ്യം വടികൊണ്ട് അതിക്രൂരമായി അടിച്ചു. പിന്നീട് ഒരു കയറുപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു. ആ മൈനറായിട്ടുള്ള പയ്യനും ഈ കാമുകനും ചേർന്നാണ് ഇതൊക്കെ ചെയ്തത്. ഈ സംഭവം നടക്കുമ്പോൾ മുഴുവൻ ഇന്ദിരാദേവി എന്ന തൻ്റെ കാമുകിയെ ആ കാമുകൻ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഭർത്താവിനോട് ചെയ്ത ക്രൂരത മുഴുവൻ ഒന്നൊന്നായി അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. മരണം സംഭവിച്ചു എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരവുമായി അവർ ഒരു ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ഒരു വലിയ കനാലുണ്ട്, ഇന്ദിരാഗാന്ധി കനാൽ, അവിടെ കൊണ്ടുപോയി തള്ളുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയതും ഈ ഭജൻലാൽ അനങ്ങുന്നതും ബോധം വീണ്ടെടുക്കുന്നതും കണ്ടു. അപ്പോൾ അവരൊരു ഇഷ്ടിക കൊണ്ട് അതിക്രൂരമായി തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ മൃതദേഹവും ബൈക്കും വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ഫെബ്രുവരി 2-ാം തീയതിയാണ് ഫലോഡി എന്ന പ്രദേശത്ത് ഈ മൃതദേഹം പിന്നീട് കാണുന്നത്. അതായത് കുറ്റകൃത്യം നടന്ന സ്ഥലവും ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും തമ്മിൽ ഏതാണ്ട് 200 കിലോമീറ്ററിലേറെ വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കണ്ടെത്തിയ മൃതദേഹം അതിൻ്റെ ഐഡന്റിഫിക്കേഷനായി ഈ ഭാര്യ ഇന്ദിരാദേവിയെ വിളിച്ചു. പക്ഷെ അപ്പോഴും ആ മൃതദേഹം തൻ്റെ ഭർത്താവിൻ്റേതല്ല എന്നായിരുന്നു ഇന്ദിരാദേവി കുടുംബത്തെയും പോലീസിനെയും ഒക്കെ അറിയിക്കാനും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ശ്രമിച്ചത്. കാരണം അവൾക്കറിയാമല്ലോ എവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതല്ല. അങ്ങനെ ആ കേസ് അന്വേഷണം കൂടുതൽ വന്നപ്പോൾ ആ മൃതദേഹം ആ ഭജൻലാലിനെ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നീട് കോൾ റെക്കോർഡുകൾ, മൊബൈൽ ലൊക്കേഷൻ ട്രാക്കിംഗ് ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാണ് അതിലെ ഗൂഢാലോചന പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഭാര്യയും കാമുകനെയും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അങ്ങനെ കാര്യങ്ങളെത്തി. പ്രായപൂർത്തിയാകാത്ത ആ മർദ്ദനത്തിലും ആ ഗൂഢാലോചനയിലും പങ്കെടുത്ത ആ പയ്യനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. पूरा जो षड्यंत्र रचा उसमें मुख्य पत्नी इंदिरा देवी, उसका प्रेमी प्रभुदयाल व एक नाबालिग बच्चा, इन 3 का पूरा रोल आया. इन तीनों को, 2 को जो है इंदिरा देवी और प्रभुदयाल, इन दोनों को अरेस्ट कर लिया गया है. बालक की निरुद्धगी डाल दी गई है. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഭർത്താവിനെ ഇല്ലാതാക്കി കാമുവിനൊപ്പം പോകാനുള്ള അവളുടെ മോഹം അത് ഇനി തടവറയ്ക്കുള്ളിൽ അനുഭവിക്കും. ിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ വേളയ്ക്ക് ശേഷം. ഗുജറാത്ത് തീരത്ത് വൻ ലഹരി വേട്ട. ഇറാനിൽ നിന്നുള്ള ബോട്ട് വളഞ്ഞ കോസ്റ്റ് ഗാർഡും ATSും 2 പേർ പിടിയിൽ. വലിയൊരു ലഹരി വേട്ടയാണ് ഗുജറാത്ത് തീരത്ത് സംഭവിച്ചത്. നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ് എന്ന് പറയും. അപ്പോൾ ഈ ഇന്ത്യയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് തീരങ്ങളിലൂടെ അനധികൃതമായ ലഹരി കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം അത് പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതൊരു സ്പീഡ് ബോട്ടിലായിരുന്നു കടത്തിക്കൊണ്ടിരുന്നത് ആ ലഹരി.
ചില്ലറയല്ല, 203 കിലോഗ്രാം ലഹരി മരുന്നാണ് ഗുജറാത്ത് ATSഉം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്ന് പിടികൂടിയത്. ഈ ബോട്ടിലുണ്ടായിരുന്ന 2 പേർ അത് ഇറാൻ പൗരന്മാരാണ്. 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഇറാനിൽ നിന്ന് പഞ്ചാബിലേക്ക് ഈ ലഹരി മരുന്ന് കടത്തുകയായിരുന്നു. ബോട്ടിൽ നിന്ന് കടത്തുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയതെന്ന് ATS സൂചിപ്പിക്കുന്നു. ഇറാനിലെ ഹാജി ഫിദ എന്ന പേരിലുള്ള ലഹരി ശൃംഖല, അതിൽ നിന്ന് പഞ്ചാബിലെ ഒരാൾക്ക് ലഹരി മരുന്ന് അയക്കാൻ പദ്ധതിയിടുന്നതായി ATSന് നേരത്തെ തന്നെ ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ATSഉം കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഈ സ്പീഡ് ബോട്ട് സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ മുന്നിൽ പെടുന്നത്. തുടർന്ന് കോസ്റ്റ് ഗാർഡ് ബോട്ടിനെ വളയുകയും ബോട്ടിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അങ്ങനെ ബോട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 1 കിലോഗ്രാം വീതമുള്ള 203 പാക്കറ്റ് ലഹരി മരുന്നുകൾ ആ ബോട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. આ પર્ટિક્યુલર કેસમાં સરપ્રાઇઝિંગ આ છે કે જનરલી આપણા કેસીસમાં બહુ રેર હોય છે કે બહુ સ્પીડ બોટ ઈરાનથી અહીંયા સુધી આવતી હોય. જનરલી એક મોટી બોટ આવતી હોય છે, એમાં એ સિમ્પલ ઇન્જન લગાવીને બહુ સ્પીડથી એ લોકો ચાલી શકે. બોટની સાઇઝ ઓછી હોય, નાની હોય છે અને એમાં OBM જે ઇન્જન હોય બહાર લાગતો હોય, જેનાથી બહુ તરત જ બહુ તેજ સ્પીડ પકડી લે છે. એના પાસેથી જ્યારે એની ચેકિંગ કરવામાં આવેલી તો 203 પેકેટ મળ્યા છે. 203 પેકેટમાં જે કેમિકલ છે, એક વ્હાઇટ કલરનો પાવડર જેવું છે, જેને હાલમાં જસ્ટ બોટ અમારી જેટી ઉપર આવી છે, એનો એનાલિસિસ ચાલુ છે. FSL ત્યાં પહોંચી ગઈ છે. પ્રાઇમા ફેસી જે છે કે જે આપણો હિરોઈનનો અને જે ટ્રેડિશનલ જે ડ્રગ કિટ છે એની અંદર એ કેમિકલ ડિટેક્ટ નથી થઈ રહ્યો, તો એને આગળ જે FSLમાં મોકલવાની કામગીરી ચાલુ છે. ഇറാൻ സ്വദേശികളായിട്ടുള്ള അബ്ദുൽ മജീദ്, അബ്ദുൽ സത്താർ എന്നിവരെയാണ് ഈ ബോട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. അതേസമയം ഒരു ചെറിയ സ്പീഡ് ബോട്ടിൽ ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് അസാധാരണമാണ് എന്നും ഈ ATSഉം കോസ്റ്റ് ഗാർഡും ഒക്കെ പറയുന്നു. പിടിച്ചെടുത്ത ബോട്ട് ഇറാനിൽ നിർമ്മിച്ചതാണ് എന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ. എന്നാലും ഇതിന് പിന്നിൽ കൂടുതൽ കരങ്ങളുണ്ടോ, അതിൽ മറ്റെന്തെങ്കിലും സ്വഭാവമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20 മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.